പേരാമ്പ്ര അനൗൺസ്മെന്റ് വിവാദത്തിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് നോട്ടീസ്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഇപ്പോൾ TP രാമകൃഷ്ണന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പേരാമ്പ്രയിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്രിയക്കെതിരെ ഉള്ള ഒരു അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് LDF സ്ഥാനാർത്ഥിയും LDFന്റെ കൺവീനറുമായിട്ടുള്ള TP രാമകൃഷ്ണനെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റത്തിന്റെ ചട്ടത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ അജിത് ജോണാണ് TP രാമകൃഷ്ണനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയത്. സ്വസമുദായത്തിൽപ്പെട്ട ഫാത്തിമ തഹ്ലിയയ്ക്ക് വേണ്ടി സമുദായങ്ങൾ വോട്ട് ചെയ്യണം എന്ന തരത്തിൽ പ്രചരണം നടക്കുന്നു എന്നായിരുന്നു ആ അനൗൺസ്മെന്റിലെ ആരോപണമുണ്ടായത്. ഇത് TP രാമകൃഷ്ണന്റെ ചിത്രവും ഒപ്പം തന്നെ വോട്ടഭ്യർത്ഥിച്ചുള്ള ബോർഡുകളും വെച്ച വാഹനത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് മുഴങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് അത് സംബന്ധിച്ച വീഡിയോ UDF പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. കൂടാതെ UDF നേതൃത്വം KSU യൂത്ത് കോൺഗ്രസ് ഒപ്പം തന്നെ യൂത്ത് ലീഗ് അടക്കമുള്ളവർ DGPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ഒക്കെ പരാതി നൽകിയിരുന്നു, വരണാധികാരിക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. UDF കൺവീനർ ബാലനാരായണൻ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. ആ പരാതിയിലാണ്, ബാലനാരായണന്റെ പരാതിയിലാണ് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള TP രാമകൃഷ്ണനോട് വിശദീകരണം തേടിയത്. ഇന്നലെ UDF നേതൃത്വം ആരോപിച്ചിരിക്കുന്നത് ഈ വാഹനം ഇതിന് മൈക്ക് പെർമിഷൻ ഉൾപ്പെടെ നേടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വർഗീയ പ്രചരണം അനൗൺസ്മെന്റിലൂടെ നടത്തിയത് എന്നുള്ളതാണ്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായിട്ടും ഒപ്പം തന്നെ സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ഒരു കാരണമായി മാറുന്നു എന്നുള്ളതാണ് UDFന്റെ പ്രധാനപ്പെട്ട ആരോപണം. അവർ പറയുന്നത് CPIM ആണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച്, ഈ അനൗൺസ്മെന്റ് സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്ന നിലപാടാണ് ഇന്നലെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ LDF കൺവീനറുമായിട്ടുള്ള TP രാമകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും തിരുത്തുമെന്നും അറിയിച്ചിരുന്നു. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ എന്തൊരു നടപടി വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടോ എന്നുള്ളത് വിശദമായി പരിശോധിക്കണം. അതിന് ദൃശ്യങ്ങളൊക്കെ ആവശ്യമാണ്. അനൗൺസ്മെന്റ് ശരി, ഏതായാലും പേരാമ്പ്ര അനൗൺസ്മെന്റ് വിവാദത്തിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായ TP രാമകൃഷ്ണന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിനാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.